ഭാര്യൻ്റെ അടുത്ത് വെച്ച് നിനക്ക് ഭർത്താവ് വേണം നിൻ്റെ വീട്ടുകാർ വേണമെന്ന് ചോദിച്ച് എൻ്റെ അളിയൻ ചോദിച്ച്. അപ്പോൾ ഇവള് പറഞ്ഞ് പിന്നെ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു പിന്നെ അളിയൻ എൻ്റെ അടുത്ത് എനിക്ക് നിനക്ക് നിൻ്റെ ഭാര്യ വേണ്ടാന്ന് പറയുന്നുണ്ട്, പിന്നെ എന്തിനാ നീ ഇവിടെ ഇരിക്കുന്നത് എനിക്ക് സംസാരിച്ചു. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഭർത്താവിൻ്റെ കൂടെ പോകുന്ന ഭാര്യ അവരോട് പറഞ്ഞ് പിന്നെ രണ്ടാളും കൂടി വിളിച്ച് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു എൻ്റെ സ്വർണം അന്നേരം 26 പവൻ്റെ കണക്ക് പറഞ്ഞില്ല, 50 പവനായിരുന്നു ഭാര്യ പറഞ്ഞത്. എൻ്റെ 50 പവൻ്റെ സ്വർണം ഇവരെ ഏട്ടനാണ് നശിപ്പിച്ചത്, പിന്നെ നശിപ്പിച്ചു. പിന്നെ എന്നെ ഏത് സമയത്തും എന്നെ കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ എന്നെ ഭയങ്കര അടിയും പിടിയായിട്ട് പിന്നെ ഉണ്ടായി. പിന്നെ പോരാത്തത് ഞാനും എൻ്റെ പെങ്ങളും കൂടി ബെഡ്റൂമിൽ വെച്ചിട്ട് പിന്നെ ബെഡ്റൂമിൽ വെച്ചിട്ട് കാണാൻ പറ്റാത്തത് അവൾ കണ്ടു. അതിലവൾ ബോധം കെട്ട് വീണെന്നാണ് പറഞ്ഞത്. എൻ്റെ അടുത്ത് പറഞ്ഞ് നിനക്ക് നിൻ്റെ വഴി, എൻ്റെ മോൾക്ക് ഞങ്ങളെ വഴി, ഞങ്ങൾക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടിയില്ലേ, ഞങ്ങൾക്ക് എന്താ പേടിക്കാനുള്ളതെന്ന് ചോദിച്ച്. അതെന്താ അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ച്. അത് അങ്ങനെ തന്നെയാണ്. പിന്നെ നീ ഇവിടെ വന്നിട്ട് സെറ്റിലായിട്ട് ഇരിക്കാനപ്പോൾ നീ ഇരിക്കുന്നില്ല. ഇവിടെ ഞങ്ങൾ തന്തി നല്ല ഒറ്റയ്ക്ക് തന്നെയാണല്ലോ, നിനക്ക് അവർക്ക് എപ്പോഴും ചെലവിന് കൊടുത്താൽ മതിയില്ല, നിൻ്റെ ഏട്ടനുണ്ടല്ലോ. സാറ് പറഞ്ഞു ഈ അവർ പറഞ്ഞ ഡിമാൻഡിൽ നിന്ന് തയ്യാറല്ലെങ്കിൽ നിന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് ജയിലിൽ കൊണ്ടിടുന്നു പറഞ്ഞു. എന്താ കുറ്റം ചെയ്തത്? അപ്പം ഞാൻ ചോദിച്ചു സാറേ ഞാൻ കൊലപാതകം ഞാൻ ചെയ്തിട്ടൊന്നുമില്ലല്ലോ, ഞാനിപ്പോഴും ഞാൻ ഡൈവേഴ്സിന് സമ്മതമല്ല, എൻ്റെ കൂടെ വരികയാണെന്ന് ഞാൻ ഇപ്പോഴും നിറഞ്ഞ മനസ്സോടെ ഞാൻ വിളിച്ചു കൊണ്ടുപോകും. നമസ്കാരം, രണ്ടുപേരും ഒന്ന് സ്വയം പരിചയപ്പെടുത്തണം. അതെ, രവിയൻ എൻ്റെ പേര്. താങ്കളാണ് ഈ കല്യാണം നടത്തി കൊടുത്തത്. എങ്ങനെ ബ്രോക്കർ സ്ഥാനത്ത് പോയത്? പരിചയക്കാരും ഒക്കെയാണ്. ഞാൻ ഇവർക്കൊരു കുട്ടി വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേറെ ഒരു ബ്രോക്കറെ വെച്ചിട്ട് അവിടെ ഒന്ന് അന്വേഷിക്കാൻ പോയതാ. കൊണ്ടുപോയി നോക്കും 3 പെൺകുട്ടികൾ. അപ്പോൾ രണ്ടാമത്തെ കുട്ടി എന്നോട് സംസാരിച്ചത് അവര്. അപ്പോൾ രണ്ടാമത്തെ കുട്ടിൻ്റെ നിശ്ചയം കഴിയാൻ പോവുക. അപ്പോൾ ഈ കുട്ടിക്ക് ഇപ്പം തരില്ല പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് തരാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളൊരു 6 മാസം 1 വർഷം നീട്ടി നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ആലോചിച്ചിട്ട് ഈ ബ്രോക്കറോട് പറഞ്ഞാക്കുകയും പറഞ്ഞു. പിന്നെ അവർ കുറേ കഴിഞ്ഞിട്ട് ഒരാഴ്ചൻ്റെ ക്യാപ്പ് കഴിഞ്ഞിട്ട് ബ്രോക്കറോട് പറഞ്ഞാച്ചു, ശരിയെന്നാൽ ഞങ്ങൾ 6 മാസം കഴിഞ്ഞിട്ട് അയക്കാം, ഞങ്ങൾ പോയി പയ്യൻ്റെ വീടൊക്കെ കണ്ടുവന്നിട്ട് പറയാൻ പറഞ്ഞു. ചെക്കൻ്റെ വീട് കാണാൻ വന്ന് ഇറങ്ങി പോവാണ സമയത്ത് എന്നോട് പറഞ്ഞ് വിളിച്ചിട്ട് ബ്രോക്കറോടും എന്നോടും പറഞ്ഞു ഇന്ന പോലെ 5 പൈസ തരാനില്ല. ഈ പ്രോഗ്രാം അവർ നിർബന്ധമായിട്ടും ആ കുട്ടി കാണും. കണ്ടു കഴിയുമ്പം അതിന് മാനസാന്തരം ഉണ്ടാവുകയും ചെയ്യും. നമ്മൾക്ക് പറ്റിയ ഒരു അമ്മളി നമ്മൾ പറയാതിരിക്കാൻ വയ്യ. അച്ഛനും അമ്മയും വയസ്സായ ആൾക്കാരാ. ഞാൻ പറഞ്ഞു പല വട്ടം നീ കൊണ്ടാക്കരുത്, അച്ഛനും അമ്മയും നോക്കാൻ എൻ്റെ ഭാര്യ ഉണ്ടാവുള്ളൂ, കെട്ടിക്കൊടുത്ത പെങ്ങൾ ഉണ്ടാവില്ല, മൂത്താൾ വേറെ വീട് വെച്ച് താമസം മാറി. ഇവരൊന്നും കുറച്ച് പ്രായം വന്നല്ലോ, തനതായ സ്വഭാവങ്ങൾ അവരെ തീരുമാനങ്ങൾ എടുക്കേണ്ട പ്രായമായി. അപ്പോൾ പറഞ്ഞാൽ കേൾക്കില്ല. നിങ്ങളുമായിട്ട് പരിചയപ്പെട്ട ആകെ 1-2 മാസമല്ലേ പരിചയപ്പെട്ടു. കണ്ണു തുറന്നിടമ്പോൾ കാണുന്ന അമ്മയും സഹോദരങ്ങളും അവരും ആ അന്തരീക്ഷവും അവിടെ പറയുന്നതിന് കൂടുതൽ വാല്യൂ ഉണ്ട്. ഞാനായാലും അങ്ങനല്ലേ, എൻ്റെ വീട്ടുകാർ അവരുടെ വൈകാരികമായിട്ടുള്ള അവരുടെ കാര്യങ്ങളിൽ അതല്ലേ എനിക്ക് വലിയ കാര്യം. അതല്ലെങ്കിൽ മനസ്സിനകത്ത് അത്രയും ഒരു സത്യസന്ധതയും ആത്മാർത്ഥതയും നമുക്ക് ജന്മനാ ഉണ്ടായിരിക്കണം. അയ്യോ ഞാനത് മഹാഭാവം പറയാൻ പാടില്ല, ഞാനത് പറയത്തില്ല, എനിക്ക് ഇഷ്ടമല്ലെന്ന് വേണമെങ്കിൽ പറയാം എന്ന് നമുക്ക് പറയാം. അതിപ്പോൾ എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല. നമ്മുടെ ജീവിതത്തിൽ ഭാര്യൻ്റെ സ്ഥാനം എന്താണെന്നും ഭർത്താവിൻ്റെ സ്ഥാനം എന്താണെന്നും മനസ്സിലാവാത്തത് കൊണ്ടാണ് ഈ 2 മാസക്കാലവും വയറുവേദന എടുത്ത ഒരു സ്ത്രീനെ ആശുപത്രി കൊണ്ടുപോകാൻ കൂട്ടാക്കായിരുന്നത്. പറയായിരുന്നത് ഇവരെ അബദ്ധം, അമ്മയുണ്ട് അവിടെ, അമ്മയില്ലാത്ത കുട്ടികളൊന്നുമല്ലാതെ. ഇന്നത്തെ അവസ്ഥയിൽ പറയാം ഇത് ഇവർക്ക് പറ്റിയ അബദ്ധമാണ്. സുനിൽ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ വളരെ ന്യായമായിട്ടുള്ള കാര്യങ്ങൾ. ഈ പല കാര്യങ്ങളെ ഒന്നും ആരെയും അറിയിക്കാതെ എല്ലാം അതിൻ്റെ അറ്റത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് നഷ്ടപ്പെടുത്തി. എന്തായാലും നമ്മൾ റിക്വസ്റ്റ് ചെയ്യുകയാണ്, നമുക്ക് എന്താ വെച്ചാൽ ഈ ഒരു പരിപാടി സംപ്രേഷണം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും സുമ അത് കാണണം, സുമയുടെ വീട്ടുകാരും കാണണം. നമ്മളൊരു നാട്ടു നടപ്പനുസരിച്ചൊരു കഥ കേൾക്കുമ്പോൾ അതിനകത്തുള്ള ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് ഇപ്പം നമ്മൾ സംസാരിച്ചിരിക്കുന്നത്. അല്ല മാഡം, നമുക്ക് ഇപ്പൊ ഈ കേട്ടിടത്തോളം സുമയെ കുറിച്ച് ഒരു ചീത്ത അഭിപ്രായം ഇപ്പൊ പറയാൻ പറ്റില്ല. ഈ സുമ എന്ന് പറയുന്ന വ്യക്തി അവരുടെ അമ്മയുടെ സ്വാധീനത്തില് അല്ലെ ദുസ്വാധീനത്തില് ഇങ്ങനെയൊക്കെ പെരുമാറുന്ന എന്ന് കാണാനേ ഇപ്പം നമുക്ക് കഴിയുന്നുള്ളൂ. അത്രേ ഉള്ളൂ. മോഹങ്ങളായിട്ടായിരിക്കും പെൺകുട്ടികൾ കല്യാണത്തിന് വരിക. അതിനോട് യോജിക്കാൻ ചിലപ്പോൾ എല്ലാവർക്കും കഴിഞ്ഞെന്ന് വരില്ല. ചിലപ്പോൾ സിനിമ സ്റ്റൈലിലൊക്കെ എന്നെ സ്നേഹിക്കുന്നില്ല, ഒരു സ്നേഹത്തോടെ സംസാരിക്കുന്നില്ല എന്നോട് പറയുന്നുണ്ട്. അല്ല അതൊന്നും വലിയ കാര്യമല്ല. അവർക്ക് പൂ വാങ്ങിച്ചു കൊടുക്കുന്നില്ല, സിനിമയ്ക്ക് കൊണ്ടുവന്നില്ല, അങ്ങനെയൊക്കെയുള്ള പരാതി ആ കുട്ടി പറയുന്നത്. ഇതിനകത്ത് അൾട്ടിമേറ്റ് ആയിട്ട് ഒരു കാര്യം എന്ന് പറയുന്നത് ആ പെൺകുട്ടി ഒരു ഭർത്താവിൽ നിന്നും പ്രതീക്ഷിച്ച പെരുമാറ്റങ്ങളിലെ ചില സംഗതികൾ അതിനൊരു അതൃപ്തിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് നമുക്ക് അടിസ്ഥാനപരമായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതെ, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഭർത്താവിൽ നിന്ന് പ്രകടിപ്പിച്ചാൽ മാത്രം മനസ്സിലാവുന്ന ഒന്നാണല്ലോ സ്നേഹം. അതിനകത്തുള്ള കാര്യങ്ങൾ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ കുറച്ച് പ്രായവും പക്വതയൊക്കെ വേണം. അത് വേണ്ടപ്പെട്ടവരോട് പറഞ്ഞെങ്കിലല്ലേ അതിന് പരിഹാരം പറഞ്ഞു തരത്തുള്ളൂ. അപ്പൊ ഭർത്താവിൽ നിന്ന് കിട്ടുന്ന ചെറിയ കൊച്ചു സന്തോഷങ്ങൾ അതിനും അത്രയും പ്രായമേ ഉള്ളൂ.
അപ്പൊ അതുകൊണ്ടാണ് ഈ പൂവിന്റെ കാര്യമൊക്കെ വലിയൊരു സംഭവമായിട്ട് പറയുന്നത്. പക്ഷെ അമ്മയാണ് പറയുന്നത് ആക്കാം. അല്ല ഷാബു അല്ല ഈ കുട്ടി പറയാതെ അത് പറയില്ല, ചില കാര്യങ്ങള് ജനറൽ നോളജ് കുറവാണ്. കുറവാണ്. ഒന്ന് വീട്ടിൽ നിന്നും പഠിക്കണം കുറച്ച് നല്ല കാര്യങ്ങൾ കുട്ടനെ പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് സ്നേഹം കിട്ടാതെ വളർന്നതിന്റെ ആയിരിക്കാൻ പറയാം. സുനിലിനോട് സുമ പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു? പരാതി അല്ല, നമ്മളെ വീട്ടിലൊരു ദിവസം വിരുന്ന് വന്ന സമയത്ത് ഞാൻ സ്വതവേ ചോദിക്കുമല്ലോ എങ്ങനെയുണ്ട് പുതിയ ജീവിതം, കുട്ടൻ എങ്ങനെയാണ്. അപ്പോൾ പറഞ്ഞു കുട്ടേട്ടന് എപ്പോഴും ഒരു പടപടാന്നുള്ള സംസാരമാണ്, ഒരു സ്നേഹത്തോടെ സംസാരിക്കില്ല സുനിലേട്ടൻ. ഞാൻ പറഞ്ഞു അവൻ അങ്ങനെ ഉണ്ടാവുള്ളൂ, അവന് സ്നേഹം കിട്ടാതെ വളർന്ന കുട്ടിയാണ്, അതൊക്കെ നീ വിചാരിച്ച് മാറ്റിയെടുക്കാന്നുള്ളൂ. ഇപ്പൊ എല്ലാവർക്കും സിനിമ സ്റ്റൈലിൽ നിന്നോട് സ്നേഹിക്കാൻ കഴിയുമോ? സുമ മനസ്സിലാക്കുക, അയാൾക്ക് ഒരുപാട് സ്നേഹമുണ്ട് സുമയോട്.